നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു സൈറ്റിലാണ് കേട്ടോ വർക്ക് ഇന്നത്തെ. അതായത് ഞങ്ങൾ കുറേ മുന്നേ പൈപ്പ് അടിച്ചിട്ട സൈറ്റാണ്. അപ്പോൾ അവിടെ വയറുവലി, അതുപോലെ തന്നെ DB ഡ്രസ്സിങ്, സ്വിച്ച് ഫിറ്റിംഗ് ഒക്കെയാണ് ഞങ്ങൾ വർക്ക്. പോളിഗ്യാബിൻ്റെ വയറാണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത്. പോളിഗ്യാബ് ഗ്രീനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിവിടെ ഉപയോഗിച്ച സ്വിച്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലീസിൻ്റെ സ്വിച്ചാണ്. എല്ലീസിൻ്റെ സ്വിച്ച് എന്ന് വെച്ചാൽ എല്ലീസിൻ്റെ E² എന്ന് പറഞ്ഞ മോഡലാട്ടോ. E². അതേമാതിരി പോളിഗ്യാബിൻ്റെ പിന്നെ ഐസൊലേറ്റർ, അതുപോലെ തന്നെ RCCB MCBകളൊക്കെ പോളിഗ്യാബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗോൾഡ് മെഡലിൻ്റെ ആംഗിൾ ബാറ്റ്, പിന്നെ ഫൈബ്രോസിൻ്റെ ഫ്യൂസാണ്. ഈ ഫ്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിൻ്റെ ഹാൻഡിൽ പിടിക്കണ ഇതുണ്ടല്ലോ, ഹാൻഡിൽ ഇതിന് കയ്യിൽ ശരിക്കും ഫ്യൂസിൽ നിന്ന് കയറിയാറ് വലിച്ചു എടുക്കാനൊക്കെ പറ്റും. മറ്റേതിൻ്റെ വയറിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിരൽ വെച്ചിട്ട് തന്നെ ശരിക്ക് ഫ്യൂസ് ഊരാനൊക്കെ സുഖമാണ്. ഇപ്പോൾ വയറ് വലിച്ച് ഏകദേശം സർക്യൂട്ടുകളൊക്കെ DBയിലെത്തിയിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു വീട്ടിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡൈനിങ് ഹാളിൽ ചെറിയൊരു ആർട്ട് വർക്ക് ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ കാണാൻ നിങ്ങൾക്ക്. നമ്മളിത് DB ഫിറ്റാക്കിയ സമയത്ത് ഇതിൻ്റെ റെയിലും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റീഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രൂസൊക്കെ അയച്ച് റീഫിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ റെയിലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഡ്രസ്സിങ്ങിന് മുന്നേ ചെയ്യാനുള്ള കാര്യം ഇതാണ്: സ്ട്രൈറ്റ് ചെയ്യുക വയറൊക്കെ. അപ്പോൾ ഇത് വലിച്ചൂരൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ വയറൊക്കെ വലിച്ചൂരാണ് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നല്ല. ഇത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രസ്സിങ് ആണ് സൗകര്യം. അതായത് സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒടിവ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ബെൻഡ് കാര്യങ്ങളൊക്കെ വരുന്ന വയറുകൾ, ചുളിവൊക്കെ വരുന്നൊക്കെ നിർത്തിയതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ തന്നെ അതിൽ ഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പറ്റും. ടാഗൊക്കെ ചെയ്യണ സമയത്ത് നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ടാഗ് നമ്മൾ എല്ലാ വയറും സെപ്പറേറ്റ് ചെയ്ത് ടാഗ് ചെയ്യണ്ടോ. നമ്മളെല്ലാ ഇപ്പോൾ ഇതിൻ്റെ മുന്നുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ വയറും സെപ്പറേറ്റ് ചെയ്യണം. ഓരോ ഭാഗത്തേക്ക് വരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ, ന്യൂട്രൽ, ഫേസ്, എർത്ത്, മാസ്റ്റർ, അതുപോലെ തന്നെ ഏതെല്ലാം വയറുകളുണ്ട് അതൊക്കെ സെപ്പറേറ്റ് ചെയ്യാനുള്ള വയറുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത്, പിന്നെ എർത്ത് ആദ്യം നമ്മൾ കൊടുക്കുക. പിന്നെ രണ്ടാമതായിട്ട് ന്യൂട്രലുകൾ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കണം. അതായത് പവർ ലോഡിനും ലൈറ്റ് ലോഡിനും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് RCCB ഒക്കെ വെക്കുമ്പോഴൊക്കെ, ഇൻവെർട്ടർ വെക്കുന്ന സമയത്തൊക്കെ, ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇൻവെർട്ടറൊന്നും വെക്കണില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പവർ ലോഡിൻ്റെയും ലൈറ്റ് ലോഡിൻ്റെയും സെപ്പറേറ്റ് ചെയ്യണ സമയത്ത്. പിന്നെ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയൊരു വർക്ക് ഇതാണ് കേട്ടോ. മറ്റേ വർക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമ്മൾ വെട്ടിപ്പൊടി ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യാം. പാട്ടുപാടി അങ്ങനെയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഓരോ വർക്കും ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒന്നുകൂടിയും നമ്മൾ ആ പൊടിയിൽ നിന്നും പുകയെന്നൊക്കെ ഒഴിഞ്ഞിട്ട് അത്യാവശ്യം നമുക്ക് നമ്മളെ അഭിരുചിക്കനുസരിച്ച് ആ DBയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം വയറിങ്ങിൽ. ഇപ്പോൾ ഈ DB ഡ്രസ്സിങ്, സ്വിച്ച് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കഴിവ് അവിടെ ആ DBയിൽ നമുക്ക് പ്രകടിപ്പിക്കുക, കാണിക്കാം. പിന്നെ നമ്മളെ ഈ വർക്കിൻ്റെ ഒക്കെ പിന്നെ എന്താ പറയുക, അതിൻ്റെ പെർഫെക്ഷന്, അത് ആ വർക്ക് എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ട്, നമ്മളെ ഇലക്ട്രിക്കൽ വർക്ക് എത്ര പെർഫെക്ഷൻ ആ വീട്ടിൽ ഉണ്ടെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അതാത് DB നമ്മൾ അയച്ചു നോക്കിയാൽ ആ ഒരു വർക്കിൻ്റെ പെർഫെക്ഷൻ അറിയാൻ പറ്റും ഏതൊരാൾക്കും. അപ്പോൾ ഏതൊരു DB നമ്മൾ അയച്ചാലും ആ DBൻ്റെ വൃത്തിക്ക് അനുസരിച്ചായിരിക്കും ആ വർക്ക്, ആ വീട്ടിലെ വർക്ക് ഏകദേശം ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഒരു നല്ലൊരു നല്ലൊരു ഡ്രസ്സ് ചെയ്ത DB ആണെങ്കിൽ നല്ലൊരു വർക്ക് തന്നെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആർട്ട് വർക്ക് ഇതാണ് കേട്ടോ. വീട്ടിൽ ഇല പൊഴിഞ്ഞൊരു വൃക്ഷം, അതായത് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒറിജിനലൊരു പിന്നെ മരം കൊണ്ടുപോയി ചേർക്ക് തോന്നുന്നില്ലേ, സിമെൻറ്റിൽ തീർത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ DBൻ്റെ പിന്നെ ഫൈനൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ പിന്നെ ഇൻകമ്മിങ് കൊടുക്കാണ്ട്, വയർ കൊടുക്കാണ്ട് കേട്ടോ. അതും കൂടി കൊടുത്താൽ നമ്മളെ
വർക്ക് ഫുള്ളാവും. ബാക്കി എല്ലാ വർക്കും ഇതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇൻകമിങ് കൂടി കൊടുക്കാറുണ്ട്. ഓരോ ഭാഗം ഇൻവെർട്ടറിൻ്റെ വേറെയും അതുപോലെ തന്നെ പവർ ലോഡ് വേറെ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലാച്ചറിയിലുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്ന പിന്നെ എല്ലാ മാസ്റ്റർ കൺട്രോളിനും ലാച്ചറിയിലാണ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫെറൂൾ സോക്കറ്റ് എഴുതി കൊടുത്തിരുന്നു കേട്ടോ. പാർട്ടിക്ക് ഫെറൂൾ സോക്കറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നു, സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല, ആ കടയിൽ നിന്ന് അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് കൊണ്ടുവരാനുള്ള സമയമില്ല, ഞങ്ങൾക്ക് വർക്ക് എടുത്ത് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഫെറൂൾ സോക്കറ്റ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭംഗിക്ക് പുറമെ നമുക്ക് ഇതിൻ്റെ കോണ്ടാക്റ്റ് ആയിട്ട് നല്ല ബന്ധം വയറും പിന്നെ അതുപോലെ തന്നെ ഫെറൂൾ സോക്കറ്റ് ഇടുന്ന കാരണം വയറും അതായത് MCBൻ്റെ ടെർമിനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂട്രൽ ബാർ അല്ലെങ്കിൽ എർത്ത് ബാറൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവും. ലൂസ് കോണ്ടാക്റ്റുകളൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ലൈൻ ചാർജ് ചെയ്തിട്ടോ, ലൈൻ ചാർജ് ചെയ്ത് എല്ലാ വർക്കിങ്ങും റെഡിയാണോ നോക്കുകയാണ്, ടെസ്റ്റ് ചെയ്ത് ഫാന് ലൈറ്റുകൾ എല്ലാ പിന്നെ എക്യുപ്മെൻറ്റും വർക്ക് ചെയ്യണുണ്ടോ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. എന്തായാലും അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ.